ഇന്ന് നമ്മളപ്പോൾ ഒരു സ്പെഷ്യൽ മോട്ടോർ സൈക്കിളാണ് ഹോണ്ടയുടെ ട്രാൻസാൽപ്പ് XL750 ആണ് കേട്ടോ. ബ്യൂട്ടിഫുൾ ലുക്കിംഗ് മോട്ടോർ സൈക്കിൾ. ഇതിൻ്റെ പ്രത്യേകത ഏതൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇത് ഈ ഇൻഡിക്കേറ്റേഴ്സ് മിന്നണ പോലെ തോന്നും, പക്ഷേ ആക്ച്വലി അത് ജസ്റ്റ് ഓണായിട്ടാണ് ഇരിക്കുന്നത്. അത് നമ്മുടെ വീഡിയോയുടെ ഇഷ്യൂ ആയതുകൊണ്ട് ഹയർ ഫ്രീക്വൻസിയിലായതുകൊണ്ടാണ് ഇതിങ്ങനെ മിന്നിക്കൊണ്ടിരിക്കുന്നത് പോലെ കാണുന്നത്, പക്ഷേ ആക്ച്വലി മിന്നുന്നില്ല. നമുക്ക് ഫ്രണ്ടിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ഇത് നോക്ക്, LED ഹെഡ്ലൈറ്റ്സാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുക. ഒരു ടോളാണ്, ഭയങ്കര ടോളായിട്ടുള്ള ഒരു വൈസർ പ്രൊവൈഡ് ചെയ്ത്, ടോളർ വൈസർ ഓപ്ഷനാണ് ഇത് ഫിറ്റ് ചെയ്തിരിക്കുന്നത്. കണ്ടില്ലേ, ഗാർഡ്സ് ചുറ്റും പ്രൊട്ടക്ഷന് വേണ്ടി കൊടുത്തിട്ടുണ്ട്. ഒരു ബാഷ് പ്ലേറ്റ്, എൻജിൻ പ്രൊട്ടക്ടർ എല്ലാം കൊടുത്തിരിക്കുന്നത് കണ്ടില്ലേ. ഫ്രണ്ടിൽ നോക്ക്, 21 ഇഞ്ച് വീലാണ് കൊടുത്തിരിക്കുക. ട്യൂബ്ഡ് വീല. ഇതാകും തന്നെ എനിക്ക് പറയാനുള്ള കാര്യം, ട്യൂബ്ഡ് വീലാണ് കൊടുത്തിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഇതിലേക്കുള്ള ആണിയൊക്കെ കയറുകയാണെങ്കിൽ പഞ്ചറാണ്. ഇത് ഹോണ്ട കൊടുത്തേക്കുന്ന കാരണം നമ്മൾ സീരിയസ് ഓഫ് റോഡിംഗ് ഒക്കെ പോവുകയാണെങ്കിൽ, എന്തെങ്കിലും കല്ലടിക്കുകയാണെങ്കിൽ, റിമ്മ് ബെൻഡ് ആവുകയാണെങ്കിൽ, അതിലൂടെ കേസിലാണെങ്കിൽ ഏറെ അപ്പം തന്നെ പോകും, പിന്നെ നന്നാക്കി എടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ ഇതിൻ്റെ കാര്യത്തിൽ നമുക്ക് ലോവർ ടയർ പ്രഷറിൽ കുറച്ചുകൂടി ഹാർഡ് ഓഫ് റോഡ് ആകാൻ പറ്റും. പക്ഷേ എനിക്ക് എപ്പോഴും ഒരു മാനുഫാക്ചറിനോട് പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ, ഒരു സീരിയസ് ഓഫ് റോഡർ ആണെങ്കിൽ അലോയുടെ അകത്ത് എപ്പോഴും ഞാൻ സീരിയസ് ഓഫ് റോഡിങ് പോകുമ്പോൾ എൻ്റെ ട്യൂബ്ലെസ് വീലിൻ്റെ അകത്ത് വരെ ഞാൻ ട്യൂബ് ഇട്ട് ഓടിക്കും. ഇൻ കേസ് അലോയ് ബെൻഡ് ആവുകയാണെങ്കിൽ, ഡാമേജ് ആവുകയാണെങ്കിൽ ആ ട്യൂബ് ഇട്ട് ഓടിക്കാമല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്ന കാര്യം എന്ന് പറഞ്ഞാൽ, മാനുഫാക്ചേഴ്സ് എപ്പോഴും ഇനി തൊട്ട് ട്യൂബ്ലെസ് സ്പോക്സ് പ്രൊവൈഡ് ചെയ്യാം. BMW GS 1300 എന്ന പോലെ ഇപ്പോൾ ഇറങ്ങുന്ന മിക്ക മോട്ടോർ സൈക്കിൾസും ട്യൂബ്ലെസ് സ്പോക്ക് വന്നു തുടങ്ങി. അതാണ് ഫ്യൂച്ചർ എവറി ഡേ ടൂറിങ്. ഈ മോട്ടോർ സൈക്കിൾസ് ആണെങ്കിൽ സീരിയസ് ഓഫ് റോഡിങ്ങിന് ആരും കൊണ്ടുപോകാൻ പോകുന്നില്ല. കൊണ്ടുപോകണമെങ്കിൽ തന്നെ അവർ ട്യൂബ് ഇട്ടിട്ടായിരിക്കും ഓടിക്കുന്നത്. എന്ന് വെച്ചാൽ ഇതൊരു മോശം ഓഫ് റോഡ് എന്നല്ല കേട്ടോ. അതിലോട്ട് നമുക്ക് കടക്കാം. ഫ്രണ്ടിലത്തെ ഡിസ്കൊക്കെ ട്വിൻ ഡിസ്ക്, അത് വേവ് പാറ്റേൺ, ബെറ്റർ ഹീറ്റ് ഡിസിപ്പേഷന് വേണ്ടിയാണ് ഇങ്ങനത്തെ കൊടുത്തിരിക്കുന്നത്. ഇവിടെ നോക്ക്, കണ്ടില്ലേ, ആക്സിയൽ കാലിപ്പേഴ്സാണ് കൊടുത്തിരിക്കുന്നത്. കുറച്ച് ലെസ് റിജിഡിറ്റി, അത്രയും ഫീലിംഗ് കിട്ടില്ല. നമുക്കൊരു സ്പോർട്ട് ബൈക്ക് ഓടിക്കുന്ന അത്ര ഫീലോ സെറ്റപ്പ് ഒന്നും കിട്ടില്ല. അതാണ് നമ്മുടെ സൂപ്പർ ബൈക്സ് അല്ലെങ്കിൽ റേസ് ബൈക്സിലൊക്കെ നമ്മൾ കാണുമ്പോൾ, അല്ലെങ്കിൽ KTMസിൻ്റെ മോഡലൊക്കെ ഉണ്ട്, എപ്പോഴും കാണാൻ പറ്റും. ഈ ബോൾട്ട് ഉണ്ട്, ഇതിലാണ് നമ്മുടെ കാലിപ്പർ ബോൾട്ട് ഓൺ ചെയ്തിരിക്കുന്നത്. കണ്ടില്ലേ, ഈ ബോൾട്ട് വെച്ചിരിക്കുന്ന പൊസിഷൻ കണ്ടില്ല, അത് വെച്ചിട്ടാണ് ഇത് റേഡിയലാണോ ആക്സിലാണെന്ന്. ആക്സിലിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ, ഹൈ അപ്പ് നമ്മളെ കുറിച്ചൊക്കെ അധികം അക്രമമായിട്ട് ബ്രേക്ക് പിടിക്കുവാണെങ്കിൽ ഇതിന് ചെറിയൊരു ഫ്ലെക്സ് ഉണ്ട്, അത്രമാത്രം ഫീലിംഗ് കിട്ടില്ല. റേസ് ബൈക്സ്, അഡ്വഞ്ചർ മോട്ടോർ സൈക്കിൾസ്, KTMലൊക്കെ എപ്പോഴും നമ്മൾ റേഡിയലി മൗണ്ടഡ് ആയിട്ടുള്ള കാണുമ്പോൾ അത് പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും ആ മൗണ്ടിങ് വേണ്ടി ഇവിടെ നിന്നായിരിക്കും അത് ബോൾട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ കുറച്ച് ബെറ്റർ ഫീൽ കിട്ടും കേട്ടോ. പക്ഷേ അപ്സൈഡ് ഡൗൺ ഫോർക്ക് കേട്ടോ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ബിഗ് അപ്സൈഡ് ഡൗൺ ഫോക്സാണ് കൊടുത്തിരിക്കുന്നത്. പ്രീലോഡ് അഡ്ജസ്റ്റബിൾ ഫോക്സാണ് കേട്ടോ കൊടുത്തിരിക്കുന്നത്. പിന്നെ ഈ കളർ കോമ്പിനേഷൻ കാണാൻ കൊള്ളട്ടെ, കണ്ട് വണ്ടിക്ക് ഒരു പ്രത്യേക ലുക്കാണ്. നമുക്ക് ഈ ആംഗിളിൽ നിന്നാണ് അതിൻ്റെ ബ്യൂട്ടി ഷോട്ട് ഇട്ട്. ലുക്കിംഗ് സോ ഗുഡ്. ഒരു മിഡിൽ വെയ്റ്റ് അഡ്വഞ്ചർ മോട്ടോർ സൈക്കിൾ ഫ്രം ഹോണ്ട. പിന്നെ ഈ വണ്ടിയുടെ മെയിൻ ഹൈലൈറ്റിലോട്ട് കിടക്കാം. അതിനു മുമ്പ് ഞാൻ റിയർത്തെ സെക്ഷനും കൂടി കാണിച്ചാൽ തീരുമല്ലോ. ഉണ്ട്, റിയൽ 256 ഒരു വേവ് റോട്ടറൊക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ട്യൂബ്ഡ് വീൽസാണ്. ബാക്കിൽ 17, ഫ്രണ്ടിൽ 21 ഇഞ്ചാണ് പറഞ്ഞിരിക്കുന്നത്. 21 ഇഞ്ചാണ്. ഉപയോഗിച്ചിരിക്കുന്ന ടയേഴ്സ് എന്ന് പറഞ്ഞാൽ മെറ്റ്സലിൻ്റെ കറൂ സ്ട്രീറ്റ് ടയേഴ്സ്. നല്ല ഗ്രിപ്പ് ആൻഡ് കോൺഫിഡൻസ് പ്രൊവൈഡ് ചെയ്യുന്ന ടയേഴ്സ് ഇത് സ്റ്റാൻഡേർഡ് ആയിട്ട് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. പിന്നെ ബാഷ് പ്ലേറ്റ് ഉണ്ട്. അതിൻ്റെ അത്യാവശ്യം ഗ്രൗണ്ട് ക്ലിയറൻസ് കൊടുത്തിട്ട് 210 mm ഓഫ് ഗ്രൗണ്ട് ക്ലിയറൻസ് കൊടുത്തിട്ടുണ്ട്. സീറ്റായിട്ടൊക്കെ 850 mm സീറ്റായിട്ട് ഇരുന്നിട്ട് ഞാൻ പിന്നെ കാണിച്ചത്. അതിനു മുമ്പ് ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ് ഇതിൻ്റെ ഈ കാണുന്ന എൻജിനാണ്. 755cc പാലറ്റ് ട്യൂൺ, 270 ഡിഗ്രി പാലറ്റ് ട്യൂൺ, A12 ലിക്വിഡ് കൂൾഡാണ്, യൂണിക്യാം ഡിസൈനാണ്. അപ്പോൾ നമുക്ക് ഈ കുറച്ച് ടെക്നിക്കൽ കാര്യം പറഞ്ഞാൽ എനിക്കൊരു സമാധാനം ഉണ്ടായില്ല. സോ ഞാൻ നേരത്തെ പറഞ്ഞു, ഇത് 270 ഡിഗ്രി പാരലൽ ട്യൂൺ. ഇത് 270 ഡിഗ്രി പാരലൽ ട്യൂൺ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അതാണ് ട്രെൻഡ് വരുന്നത്. എല്ലാം അതിൻ്റെ ക്രാങ്ക് ആംഗിളിനെ പറയുന്നത്. ഒരു സിലിണ്ടർ 270 ഡിഗ്രി ഫയർ ചെയ്യുകയാണെങ്കിൽ എന്നിട്ട് അടുത്ത സിലിണ്ടർ 450 ഡിഗ്രീസിലേക്ക് ഫയർ ചെയ്യുക. ഒരു പ്രത്യേക ഫയറിംഗ് ഓർഡറാണ്. അപ്പോൾ 2 സിലിണ്ടർ ഇൻ മോഷനിലായിരിക്കുമ്പോഴേക്കും ഒരു സിലിണ്ടർ ഫയർ ചെയ്യുന്നത്. അതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ലീനിയർ ആയിട്ടുള്ള ടോർക്കായി ടു ദ റിയർ വീൽ വരുന്ന ഭയങ്കര. എന്നിട്ട് ഒരു പ്രത്യേക ഒരു എക്സോസ്റ്റ് നോട്ടും കിട്ടും. അത് ഞാൻ കേൾപ്പിച്ചിടാം. പിന്നത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, ഇത് യൂണിക്യാം. ഇതിൻ്റെ ഹെഡ് നോക്ക്, ഭയങ്കര കോമ്പാക്ട് ഹെഡ് ഡിസൈൻ ഹോണ്ട കൊണ്ടുവരും. ഹോണ്ടയുടെ പഴയ ഡേർട്ട് ബൈക്ക് CRF 450 R കൊണ്ടുവരുന്ന ടെക്നോളജി യൂണിക്യാം. യൂണിക്യാം എന്ന് പറഞ്ഞാൽ ഒരു യൂണിയൻ ഓഫ് SOC ആൻഡ് DOC, സിംഗിൾ ഓവർ ഹെഡ് ക്യാം ഷാഫ്റ്റിൻ്റെ ഡുവൽ ഓവർ ഹെഡ് ക്യാം ഷാഫ്റ്റിൻ്റെ ഒരു കോമ്പിനേഷനാണ് കൊടുത്തിരിക്കുന്നത്. ബെസ്റ്റ് ഓഫ് ബോത്ത് വേൾഡ്സ് എന്ന് പറഞ്ഞാൽ, ഹയർ RPMത്തിൽ ബെറ്റർ ഔട്ട്പുട്ട്, ബെറ്റർ എഫിഷ്യൻസി തന്നെ ഒരു എന്ന് പറഞ്ഞാൽ ഹയർ RPMത്തിൽ SOCയെക്കാട്ട് കൂടുതൽ എഫിഷ്യൻസി ഉണ്ടാവും. പക്ഷേ DOCയുടെ അത്ര ഉണ്ടാവില്ല. ഒരു കോമ്പിനേഷൻ, ഒരു സാക്രിഫൈസ് ഓഫ് ബോത്ത് എന്ന് പറഞ്ഞാൽ, ലോ എൻഡിൽ DOCയെക്കാട്ടും ഭേദമായി, പക്ഷേ SOCയെക്കാട്ടും കുറവായി. കണ്ടില്ല, ഒരു കോമ്പിനേഷൻ, ഒരു ബെസ്റ്റ് ഓഫ് ബോത്ത് വേൾഡ്സ് ആയിട്ടുള്ള ഡിസൈനാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. അതിന് യൂണിക്യാം എന്നാണ് ഹോണ്ട പറയുന്നത്. പിന്നെ എഞ്ചിൻ്റെ പവർ ഫിഗേഴ്സ് പറയുകയാണെങ്കിൽ 90.5 ഹോഴ്സ് പവർ, 75 Nm ഓഫ് ടോക്കാണ് പ്രൊഡക്ഷൻ ചെയ്യുന്നത് കേട്ടോ. അടിപൊളി എഞ്ചിനാണ്. ത്രൂ ഔട്ട് ദ റെവ് റേഞ്ച് പവർ ഉണ്ട്. ഭയങ്കര റെവ് ഹാപ്പിയും കൂടിയാണ് കേട്ടോ. സ്മൂത്ത് എഞ്ചിനാണ്. ത്രൂ ഔട്ട് ദ റെവ് റേഞ്ച് നമ്മുടെ ഇന്ത്യൻ റോഡ് കണ്ടീഷൻസിലൊക്കെ പറ്റിയ ഒരു എഞ്ചിനാണ്.
ഇത് നമ്മുടെ CB ഹോർനെറ്റ് 750 ആയിട്ട് സിമിലർ ആയിട്ടുള്ള എഞ്ചിനാണ്, പക്ഷേ ഡിഫറൻ്റ്ലി ട്യൂൺഡ്, കുറച്ചൊരു ബെറ്റർ മിഡ് റേഞ്ചിന് വേണ്ടി ട്യൂൺ ചെയ്തൊരു എഞ്ചിനാണ്. ഇതിൻ്റെ TFT ഡിസ്പ്ലേ സെറ്റപ്പൊക്കെ കാണിച്ചാൽ ഇത് കണക്കിട്ട് കളർ കുട്ടി TFT ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട്. ഇത് ഇവിടെ കണ്ട സ്വിച്ച് മോഡ്സൊക്കെ കൊടുത്തിട്ടുണ്ട്. ടാപ്പിൽ തന്നെ നമുക്ക് മോഡ് മാറ്റാൻ പറ്റും കേട്ടോ. ഈ മോഡ് ബട്ടൺ നീക്കി കഴിഞ്ഞാൽ കണ്ടില്ലേ മാറുന്ന കണ്ടില്ലേ 5 മോഡുണ്ട്. ഗ്രാവൽ മോഡിൽ TCS കുറവായിരിക്കും, എന്നാൽ ട്രാക്ഷൻ കൺട്രോൾ കുറവായിരിക്കും, ലെസ് ഇൻ്റർവെൻഷൻ ഉണ്ടാവുള്ളൂ. സ്പോർട്ട് മോഡിൽ കണ്ടില്ല അത് നമുക്ക് കസ്റ്റമായിട്ടൊക്കെ ട്യൂൺ ചെയ്യാൻ വേണ്ടി ഒരു മോഡ് വേറെ യൂസർ മോഡ് കൊടുത്തിട്ടുണ്ട്. സ്പോർട്ട് മോഡിലായിരിക്കും നമുക്ക് കൂടുതൽ പവറും സംഭവമൊക്കെ കിട്ടുന്നത്. പിന്നെ സ്റ്റാൻഡേർഡ് മോഡ്, റോഡ് മോഡ് എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് ഹോണ്ട റൈഡർ ഫ്രണ്ട്ലി ആക്കുന്ന മോഡ്. പിന്നെ ഒട്ടും നിങ്ങൾക്ക് ഭയങ്കര ബിഗിനർ ഫ്രണ്ട്ലി, പിന്നെ നിങ്ങളൊരു ബിഗിനർ റൈഡർ ആണെങ്കിൽ കുറച്ചൊക്കെ ശാന്തി സമാധാനത്തോടെ ഓടിക്കണമെങ്കിൽ ഏറ്റവും കൂടുതൽ ട്രാക്ഷൻ കിട്ടുന്ന റെയിൻ മോഡുണ്ട്. മഴയത്തൊക്കെ ചില്ല് ചെയ്ത് സാധാരണ മോട്ടോർ സൈക്കിൾ ഓടിക്കുന്ന പോലത്തെ ഫീഡ്ബാക്കിൽ ഓടിക്കാനുള്ള ഒരു മോഡ് ഹോണ്ട കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതിൻ്റെ ഏറ്റവും വലിയ എനിക്ക് ഇഷ്ടപ്പെടാത്ത കാര്യം കണ്ടില്ലേ, ഇവിടെയാണ് ഹോണ്ട ബട്ടൺ കൊടുത്തേക്കുന്നത്, ഇവിടെ ഹസാർഡ് കൊടുത്തിട്ടുണ്ട്, ഇവിടെ ഇൻഡിക്കേറ്റർ. ഈ ഇൻഡിക്കേറ്റർ പ്രത്യേകത ഉണ്ടോ, ഇത് സെൽഫ് ക്യാൻസലിംഗ് ആയിട്ടുള്ള ഇൻഡിക്കേറ്റേഴ്സാണ് എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക രീതിയിൽ വർക്ക് ചെയ്യുന്ന ഒരു ഇൻഡിക്കേറ്ററാണ് കേട്ടോ. എന്ന് പറഞ്ഞാൽ ഇത് ഞാൻ ആദ്യം വെച്ചത് 10 സെക്കൻഡ് ടൈമറായിരിക്കും, പക്ഷേ വണ്ടി സ്റ്റേഷനായി നിൽക്കുമ്പോൾ മാറില്ല. കുറച്ചൊരു കിലോമീറ്റർ കുറച്ച് സ്പീഡ്, എനിക്ക് വീൽ സ്പീഡ് സെൻസർ എടുത്തിട്ട് എത്ര കിലോമീറ്റർ ഓടിയെന്ന് വെച്ചിട്ട് അത് നോക്കിയിട്ടാണ് ഇതിൻ്റെ ഇൻഡിക്കേറ്റേഴ്സ് കട്ട് ചെയ്യുന്നത് കേട്ടോ. കൊള്ളാം, സെറ്റപ്പ് കൊള്ളാം. പണ്ട് കുറേ വണ്ടികൾക്കുണ്ടായിരുന്നു, പിന്നെ ഈ ഇടയായിട്ട് മിക്ക വണ്ടിയിൽ കാണാമല്ലോ. ഇപ്പോൾ പുതിയ ആഫ്രിക്ക ട്വിനിലുണ്ട്. അതേപോലെ ട്രാൻസാൽപ്പിന് സെൽഫ് ക്യാൻസലിംഗ് ആയിട്ടുള്ള ഇൻഡിക്കേറ്റർ ഇട്ട് മറന്ന് തന്നെ ഓട്ടോമാറ്റിക് വണ്ടി ഓഫ് ആയിക്കോളും. സോ ഇതിൻ്റെ എർഗനോമിക്സ് ഒന്ന് ഞാൻ കാണിച്ചുതരാം, ഒന്ന് കയറി ഇരുന്ന് കാണിച്ചുതരാം. കണ്ട വൈഡ് ഹാൻഡ് ബാസാണ് കൊടുത്തിരിക്കുന്നത്. ഈ ടോളർ വിൻസ്ക്രീൻ നമ്മുടെ നാടിന് പറ്റിയൊരു സാധനമില്ല കേട്ടോ. കാരണം നമ്മുടെ ഈ ചൂടത്തൊക്കെയാണെങ്കിൽ എന്ന് പറഞ്ഞാൽ നമുക്ക് കാറ്റ് കിട്ടില്ല, ഭയങ്കര വിൻഡ് റെസ്ട്രിക്ഷനാണ്. അത് ഹയർ ഓൾട്ടിറ്റ്യൂഡ്സ് ലഡാക്കൊക്കെ പോകണമെങ്കിൽ അടിപൊളി ഫീച്ചറാണ്, പക്ഷേ ഇത് നോൺ അഡ്ജസ്റ്റബിളാണ്. ഇത് മാത്രമല്ല ഇത് കുറച്ചും കൂടി ടോളർ വിൻഷീൽഡാണ് കൊടുത്തിരിക്കുന്നത്. എത്ര ഹൈറ്റാന്ന് നോക്ക്. മാത്രമല്ല ഇവിടെ നമ്പറും കൊടുത്തിട്ടുണ്ട്. അത് നമ്മുടെ മീഡിയം വണ്ടി ആയതുകൊണ്ട് ഇങ്ങനെ കൊടുത്തിരിക്കുന്നത്. അത് കുറച്ച് എനിക്കൊരു വിസിബിലിറ്റി ചെറിയൊരു പ്രശ്നമൊക്കെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ടോ. ഇത്രയും ടോളർ വൈസ് സിറ്റിയിലോ നമ്മുടെ കണ്ടീഷൻസിലൊന്നും ഇത് റിക്വയർമെൻറ്റ്. നമ്മുടെ ഈ ചൂട് കാലത്ത് നമുക്ക് കൂടുതൽ കാറ്റ് കിട്ടണമെങ്കിൽ ഒരു ലോവർ വിൻസീൽ തന്നെ മതി. മാത്രമല്ല ഇത് നോൺ അഡ്ജസ്റ്റബിൾ കൂടിയാണ്. അതെന്ന് പറഞ്ഞാൽ അഡ്ജസ്റ്റബിലിറ്റി ഇല്ലെങ്കിൽ നമുക്കിപ്പോൾ ഓൺ ദ ഗോ പോവുകയാണെങ്കിൽ ടൂൾസ് എടുത്തിട്ടാണെങ്കിൽ ഇത് കുറച്ച് താഴ്ത്താനും മുകളിലോട്ടൊക്കെ ആക്കാൻ കേട്ടോ. അത് കുറച്ച് ബുദ്ധിമുട്ടാണ്. പിന്നെ ഇലക്ട്രോണിക്സിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ എൻ്റെ റിയർത്തെ ABS ഓഫാക്കാം, ഫ്രണ്ടിലത്തെ ABS ഓഫാക്കാൻ പറ്റില്ല. ട്രാക്ഷൻ കൺട്രോൾ ഉണ്ട്, പക്ഷേ ക്രൂസ് കൺട്രോൾ ഇല്ല, ഹീറ്റഡ് ഗ്രിപ്സ് ഇല്ല, പിന്നെ ക്വിക്ക് ഷിഫ്റ്ററും ഇല്ല. അതെനിക്കൊരു ഐഡിയയായിപ്പോയി. സാധാരണ ക്വിക്ക് ഷിഫ്റ്റർ ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ചൊരു ബെറ്റർ ടൂറാക്കാൻ പറ്റും. അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതില്ലാണ്ട് വരുമ്പോൾ ഒരു അത്രമാത്രം സെറ്റപ്പില്ല. പിന്നെ ഇതിന് സ്ലിപ്പ് ആൻഡ് അസിസ്റ്റ് ക്ലച്ച് ഉള്ളതുകൊണ്ട് ലൈറ്റായിട്ടുള്ള ക്ലച്ച് ലെവറാണ്. 1 ഫിംഗർ ക്ലച്ച് പുള്ള് ചെയ്യാൻ പറ്റും. അത്രയ്ക്ക് ലൈറ്റ് ലെവറാണ് കൊടുത്തിരിക്കുന്നത്. ട്രാഫിക്കിലൊക്കെ അടിപൊളിയായിട്ട് നമുക്ക് ഓടിച്ചുകൊണ്ടാൻ പറ്റും. ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന ടാങ്ക് 16.9 ലിറ്ററിൻ്റെ ഒരു ഫ്യൂൾ ടാങ്കാണ് കൊടുത്തിരിക്കുന്നത്. ഏകദേശം എനിക്ക് എൻ്റെ റഫ് റൈഡിങ്ങിൽ കിട്ടിയത് 17.2 ആണ്. മര്യാദക്ക് കുറച്ച് 20 കിലോമീറ്റർ ടു ദ ലിറ്റർ കിട്ടും. ഏകദേശം ഒരു 310 കിലോമീറ്റേഴ്സ് ഒരു റേഞ്ച് കിട്ടുന്നതാണ് കേട്ടോ. ഫുൾ ടാങ്ക് അടിച്ചാൽ നിങ്ങൾക്ക് 310 to 330 കിലോമീറ്റേഴ്സ് റേഞ്ച് കിട്ടുന്ന വണ്ടിയും കൂടിയാണ്. പിന്നെ സീറ്റായിട്ട് ഇതിന് 850 ആണ് സീറ്റായിട്ട്. പക്ഷേ ഇതിൻ്റെ സസ്പെൻഷൻ കുറച്ച് സോഫ്റ്റ് ആയതുകൊണ്ട് നമ്മൾ വെയിറ്റ് ഇരിക്കുമ്പോൾ കുറച്ചൊരു രീതിക്ക് താഴ്ന്നതാണ്. കണ്ടില്ല, ഞാൻ 5'8" ആണ്, എന്നിട്ടും ഇത് എനിക്ക് ഈസിലി ഫ്ലാറ്റ് ഫുട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. അടിപൊളി. പിന്നെ ഇത് വളരെ മാനേജബിൾ മോട്ടോർ സൈക്കിളും കൂടിയാണ്. ഇതിന് 208 kgs അതിൻ്റെ ടോട്ടൽ വെയിറ്റ് വരുന്നത് കേട്ടോ. ഈസിലി മാനേജബിൾ. കണ്ടില്ലേ, ഇത് ഓടിത്തുടങ്ങി ഇതിൻ്റെ വെയിറ്റ് ഒട്ടും അറിയില്ല. സോ അധികം കഥയൊന്നും പറയുന്നില്ല. ഈ 270 പാലറ്റ് ട്വിന്നിൻ്റെ എക്സോസ്റ്റോട്ട് ഞാൻ കേൾപ്പിച്ചുതരാം. കണ്ട ആ ലോ ഡൗൺ ബെർബിൾ ഉണ്ട്, ഒരു ചെറിയൊരു ഗ്രണ്ട് കണ്ടില്ലേ, അതാണ് ഈ 270യുടെ എനിക്ക് ഇഷ്ടപ്പെട്ട കാര്യം. ത്രോട്ടിൽ റെസ്പോൺസ് നോക്കിക്കോട്ടെ. കൊള്ളാം. സോ ഗൈസ്, ഇതൊക്കെയാണ് സെറ്റപ്പ്. ലെറ്റ്സ് ഗോ ഫോർ റൈഡ്. ഇതിൽ ആകെയുള്ള പ്രശ്നം ഇതിൻ്റെ സ്വിച്ച് ഗിയറാണ്. ഇതിൻ്റെ ഹോൺ ഇവിടെ, ഹസാർഡ് ഇവിടെ, ഇൻഡിക്കേറ്റർ ഇവിടെ. എപ്പോഴും ഹോണ്ട മോട്ടോർ സൈക്കിൾസിൽ ഇങ്ങനെ ഒരു തോന്നിവാസം കാണിക്കാറുണ്ട്. ഒരു ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡ് രീതിയിൽ ഹോണ്ട ഉപയോഗിക്കുന്നവർക്ക് പ്രശ്നം ഉണ്ടാവില്ല, പക്ഷേ പുതിയതായിട്ട് വരുമ്പോഴേക്ക് ഇത് കുറച്ചൊരു ബുദ്ധിമുട്ടാണ്. ഇതിനങ്ങനെ സെറ്റപ്പിലിടും. പിന്നെ പെട്ടെന്ന് പാനിക്കിൽ ആരെങ്കിലും ഹോൺ അടിക്കണമെങ്കിൽ ഒന്ന് തപ്പി കണ്ടിടുന്ന ഓർക്കണമോ ഇത് ഹോണ്ടയാണ്, ഇതിൻ്റെ ഇവിടെയാണ്, അവിടെയല്ല, ആക്ച്വൽ സ്പോട്ടിലല്ല, കുറച്ച് ഡിഫറെൻറ്റ് സ്പോട്ടിലാണ് വെച്ചിരിക്കുന്നത്. അത് ജസ്റ്റ് ഒന്ന് ഓർക്കണം. അത് ഓർത്ത് കഴിഞ്ഞാൽ വേറൊരു സീനിലോട്ട് വണ്ടി. അടിപൊളി വണ്ടിയാണ്. ലോങ് ഡിസ്റ്റൻസ്, കുറേ കിലോമീറ്റർ, ബാറ്റേഡ് റോഡ്സ്, പൊട്ടിപ്പൊളിഞ്ഞ വഴിയിലൂടെ അറ്റ് ഹൈ സ്പീഡ്സിൽ
അറ്റ് ഹൈ സ്പീഡ്സിൽ ലോങ് ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യാൻ പറ്റിയ ഒരു പെർഫെക്റ്റ് സ്പോർട്സ് ടൂർ എന്ന് വേണമെങ്കിൽ പറയും ഈ വണ്ടിയുടെ ട്രാൻസാൽപ്പ് 750 ആൻഡ് ഐ എം ലവിങ് ഇറ്റ്. പ്രട്ടി ഗുഡാണ് കേട്ടോ, പ്രട്ടി ഗുഡ്. ആ 270 അതാണ്, ആ 270 ഡിഗ്രി ആണ് ഇപ്പോഴത്തെ ട്രെൻഡ്. അതിൻ്റെ എക്സോസ്റ്റ് ആണ് ചെറിയ RPM കയറുമ്പോഴേക്ക് ആ എക്സോസ്റ്റ് വരുന്നുണ്ട്. അത്ര വലിയ എക്സലൻ്റ് ഒന്നുമല്ല, പക്ഷെ എന്നാലും ഇറ്റ്സ് സംതിങ് ഗുഡ്. കേട്ട് ഓടിക്കാൻ ലോങ് ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യുകയാണെങ്കിൽ ഇത് ഭയങ്കര സൂത്തിങ് ആണ്. വലിയ ഡിസ്റ്റർബിംഗ് ഒന്നുമല്ല, പക്ഷെ ഭയങ്കര എൻജോയബിൾ കൂടിയാണ്. അപ്പോൾ ഇത്രയും ടോളർ വൈസായിട്ട് എൻ്റെ ഹെൽമെറ്റിലും കൂടി ഒരു കാറ്റ് പിടിക്കുന്നില്ല. വളരെ ബാലൻസ്ഡ് ആയിട്ട് ലെസ് ഫെറ്റീഗാണ്. അപ്പോൾ എൻ്റെ കഴുത്തിലൊന്നും സ്ട്രെയിൻ പറ്റില്ലെങ്കിൽ കൂടുതൽ കിലോമീറ്റേഴ്സ് ഓടിക്കാൻ പറ്റും. ഞാൻ വളരെ അപ്രൈറ്റായിട്ട് ഇരിക്കുന്ന സീറ്റൊക്കെ കംഫർട്ടബിളാണ്. ബാക്കിൽ എൻ്റെ വൈഫ് നിമ്മിയും ഉണ്ട്. കംഫർട്ടബിളായിട്ട് വിത്ത് ലഗേജ് ആയിട്ട് നമ്മൾ ട്രാവൽ ചെയ്തുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുക. അടിപൊളി സെറ്റപ്പാണ്, ഒരു രക്ഷയില്ല. പൊട്ടിപ്പൊളിഞ്ഞ വഴിയിലാണെങ്കിൽ നല്ല കംഫർട്ടാണ്. ഈ സസ്പെൻഷൻ കുറച്ച് ഓൺ ദ സോഫ്റ്റർ സൈഡാണ് അല്ല. എൻ്റെ പെർട്ടിക്കുലർ ടേസ്റ്റ് ഞാൻ കൂടുതൽ സ്പോർട്ട് ബൈക്സ് ഓടിക്കുന്ന ഒരാളാണ്. ബ്രേക്സ് ആണെങ്കിൽ കണ്ടില്ലേ, അടിപൊളി ബ്രേക്സ്. അവിടെ നിന്ന് പുള്ള് ചെയ്തുകൊണ്ട് വരാൻ മോർ ദൻ ഓൾ ദ പവർ യു എവർ നീഡ്. ഇന്ത്യൻ റോഡ്സിൽ ഓടിക്കാനാണെങ്കിൽ ഇറ്റ്സ് മോർ ദൻ എഫ്. നല്ല റെസ്പോൺസീവ് ത്രോട്ടിലാണ്, ലീനിയർ രീതിയിലാണ് വണ്ടി ആക്സിലേറ്റ് ചെയ്യുന്നത്. ഏത് വണ്ടീനെയും ഓവർടേക്ക് ചെയ്യാനുള്ള മോർ ദൻ എഫ് പവർ. ഇതിന് ഓൾമോസ്റ്റ് എത്ര 20% മോർ പവർ ദാൻ ദ NX 500 ആൻഡ് ഏകദേശം ഓൾമോസ്റ്റ് ഒരു ആഫ്രിക്ക ട്വിൻ അത്ര പവർ ഉണ്ട്, എന്നാൽ അതിനെക്കാട്ടിയും വെയിറ്റും കുറവാണ്. ഒരു ഗുഡ് മിഡിൽ വെയ്റ്റ് മോട്ടോർ സൈക്കിളാണ് കേട്ടോ. ആ പെർഫെക്റ്റ് ബ്ലെൻഡാണ്. 1300 GS, ചില 1000 cc അല്ലെങ്കിൽ 1300 cc, 1260s, 1200s. അത് കുറച്ചും കൂടി ഒരു ഹെവി മോട്ടോർ സൈക്കിളാണ്. ട്രെയിൽ ചെയ്ത് എൻ്റർ ചെയ്തേണ്ട, അതാണ് ഈ ട്രെയിൽ ബ്രേക്കൊക്കെ പഠിച്ചാലുള്ള ഗുണം. അപ്പുറത്ത് വണ്ടി വരുവാണെങ്കിൽ കോർണർ ചെയ്യാനൊക്കെ ആണെങ്കിൽ നമുക്ക് ട്രെയിൽ ചെയ്ത് എൻ്റർ ചെയ്യാം. ഇതൊരു അഡ്വഞ്ചർ മോട്ടോർ സൈക്കിളിലാണ്. എന്നാലും പറയില്ല, കുറച്ച് ഫാസ്റ്റായിട്ട് ആ മോട്ടോർ അപ്പുറത്തുനിന്ന് കാറ് വന്നാലും നമുക്ക് ലൈൻ ചേഞ്ച് ചെയ്യണമെങ്കിൽ ഓൺ ദ ഗോ നമുക്ക് ഓയിൽ ബ്രേക്ക്, നമുക്ക് സ്പീഡ് കുറച്ചുകൊണ്ട് ഡയറക്ഷൻ ചേഞ്ച് ചെയ്യാനൊക്കെ എളുപ്പവും. ഇതൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ വളരെ യൂസ്ഫുൾ ആണ് കേട്ടോ. പിന്നെ എൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഈ കൂടുതൽ സ്പോർട്ട് ബൈക്സാണ് ഇഷ്ടപ്പെടുന്നത്. കുറച്ചും കൂടി ഷാർപ്പ് ഹാൻഡ്ലിങ്, റോഡ് ബേസ്ഡ് വെഹിക്കിൾസ് ആയിരിക്കും കുറച്ചും കൂടി ഇഷ്ടപ്പെട്ട. എനിക്ക് ആ ഫീഡ്ബാക്ക് വേണം. ഇപ്പോൾ മൾട്ടിസ്ട്രാഡ ഓടിക്കുന്ന ഐ ലൈക്ക് ദ ഡുക്കാട്ടീസ് ഹാൻഡിൽ, അത് കുറച്ചൊരു റോഡ് ബേസ്ഡ് മോട്ടോർ സൈക്കിളാണ്. എനിക്ക് അതാണ് കുറച്ചും കൂടി കൂടുതൽ ഇഷ്ടം കേട്ടോ. പറയാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഇത് കോർണർ ചെയ്യാൻ പറ്റും, കോർണർ ചെയ്യാൻ പറ്റില്ലെന്ന് പറയുന്നില്ല, പക്ഷേ എൻ്റെ സസ്പെൻഷൻ സോഫ്റ്റ് അപ്പോൾ കംഫർട്ട് ട്യൂൺഡാണ്. അങ്ങനത്തെ സസ്പെൻഷൻ്റെ ഈ ലോങ് ട്രാവൽ സസ്പെൻഷൻ്റെ പ്രശ്നം വരുന്നത് ഈ കോർണറിലാണ്. കോർണറിലോട്ട് എൻ്റർ ചെയ്യുമ്പോഴേക്ക് ആ ഫ്രണ്ട് ആൻഡ് ഫീഡ്ബാക്ക് കിട്ടില്ല, അത്ര കോൺഫിഡൻസ് ഇൻസ്പയറിംഗ് അല്ല. ടയേഴ്സ് ഗ്രിപ്പ് ചെയ്യാൻ മെറ്റ്സിലർ കരു സ്ട്രീറ്റ് ടയേഴ്സാണ് ഇതിൽ ഓഫർ ചെയ്തിരിക്കുന്നത്. പുറത്തുള്ള ഇൻ്റർനാഷണൽ വേരിയൻസിലൊക്കെ ഡൺലോപ്പ് ടയേഴ്സാണ്. പക്ഷേ ഇന്ത്യൻ വേരിയൻറ്റിൽ ഈ മെറ്റ്സിലർ കരു സ്ട്രീറ്റ് ഗുഡ് ടയേഴ്സാണ്. ഗുഡ് ടയേഴ്സ് ഫോർ ദ റോഡാണ്, നല്ല ഫീഡ്ബാക്ക് ഗ്രിപ്പൊക്കെ പ്രൊവൈഡ് ടയേഴ്സ്. പക്ഷേ ഈ കോർണറിങ്, ഈ വണ്ടി അങ്ങനെ അത്രമാത്രം ഹെവി കോർണറിങ് ചെയ്യേണ്ട മോട്ടോർ സൈക്കിളല്ല. അപ്പം അങ്ങനെ ചെയ്യുവാണെങ്കിൽ അത്ര ഫ്രണ്ട് ആൻഡ് കോൺഫിഡൻസ് കിട്ടില്ല. പക്ഷേ ഇതിപ്പോൾ ഞാൻ യൂസ് ചെയ്യും. ആദ്യം എനിക്ക് കോർണർ ചെയ്യാൻ ഭയങ്കര എന്താ പറയുക, ഞാൻ ഇങ്ങനെ നോക്കുമായിരുന്നു, ഇങ്ങനെ ഇത് ഓക്കെ ടു കോർണർ, എനിക്ക് ആ ഫ്രണ്ട് ആൻഡ് തെന്നോ ഇല്ല. പക്ഷേ ഇറ്റ് ഗ്രിപ്സ് വെൽ, പക്ഷേ ആ ഫീഡ്ബാക്ക് റൈഡറിന് കിട്ടില്ല. അതാണ് ഈ കോംപ്രമൈസ്, ഈ സോഫ്റ്റ് സസ്പെൻഷൻ വെച്ചാലുള്ള പ്രശ്നം അതാണ്. പക്ഷേ അതിൻ്റെ അപ്സൈഡ് എന്ന് പറഞ്ഞാൽ കംഫർട്ടബിളാണ്. കണ്ട സുഖിച്ചിരുന്ന് കാഴ്ചകളൊക്കെ കണ്ട് വിത്ത് എ പില്യൻ വിത്ത് ലഗേജ് നമുക്കിങ്ങനെ ലോങ് ഡിസ്റ്റൻസ് കംഫർട്ടബിളി ട്രാവൽ ചെയ്യാം. ഇതിൻ്റെ ഫ്യൂൽ എക്കോണമി നോക്ക് 17 ആണ്, ഏകദേശം 20 ഒക്കെ ഇട്ടോട്ടെ. ഞാൻ വന്ന വഴി കുറച്ച് അക്രമമൊക്കെ കാണിച്ചത്, ഞാൻ ബിഫോർ വീട്ടിൽ ചെല്ലുന്ന മുമ്പ് തന്നെ കുറച്ച് അക്രമമൊക്കെ കാണിച്ച് ഹെവി ട്രാഫിക്കിലൂടെ മഴയത്തൂടെയൊക്കെ പറന്ന് കയറിയൊക്കെ വന്ന് അതിൻ്റെ കുറച്ച് ലോവർ ഗിയേഴ്സിൽ കുറച്ചൊരു സ്പീഡ് ടെസ്റ്റ് ചെയ്തുകൊണ്ടാണ് ഇത്രയും കുറവ് കാണിക്കുന്നത്. അപ്പോൾ ഏകദേശം 17 കിട്ടുവാണെങ്കിൽ യു ഷുഡ് ബി ഗെറ്റിംഗ് മോർ ദൻ ദിസ്. 17 മുകളിൽ എന്തായാലും കിട്ടും. ഫോർ എ 750 cc അത് അടിപൊളിയാണ്. സോ നമ്മൾ ഹോണ്ടയുടെ XL 750 ട്രാൻസാൽപ്പ് ഒരു തെറോ ടെസ്റ്റ് ചെയ്തിട്ടുണ്ടോ. റോഡ് റൈഡിങ് ടെസ്റ്റ് ചെയ്ത് ഓഫ് റോഡിങ് കൊണ്ടുപോകാൻ, പക്ഷേ ടൈം ഉണ്ടായിരുന്നില്ല. നമുക്ക് കുമരകം പോയി കുറേയൊക്കെ എക്സ്പ്ലോർ ചെയ്തു, കുറേ ഡിഫറെൻറ്റ് അറിയാം, നമ്മൾ പൊട്ടിപ്പൊളിഞ്ഞ റോഡിലൂടെയൊക്കെ ഓടിച്ചു. അപ്പോൾ എനിക്ക് തോന്നിയ കാര്യം എന്ന് പറഞ്ഞാൽ ഇത് നമ്മുടെ പഴയ CB 500XL അതിനെക്കാട്ടി മച്ച് മോർ പവർഫുൾ വേരിയൻ്റാണ്. ഇത് ആഫ്രിക്ക ട്വിന്നായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റുമ്പോൾ ഇതൊരു മിഡിൽ വെയ്റ്റ് മോട്ടോർ സൈക്കിൾ. ആഫ്രിക്ക ട്വിന്നായിട്ട് നോക്കുമ്പോൾ പക്ഷേ അത് 9 ഹോഴ്സ് പവർ മോർ പ്രൊഡക്ഷൻ ചെയ്യുന്നുണ്ട്, പക്ഷേ ഓൾമോസ്റ്റ് 20 കിലോസ് മോർ ഹെവിയറാണ്. സോ പവർ ടു വെയിറ്റ് നോക്കുമ്പോൾ ട്രാൻസാപ്പ് ഓൾമോസ്റ്റ് ഒരു ആഫ്രിക്ക ട്വിൻ്റെ ലെവൽ ഓഫ് പവർ പ്രൊഡക്ഷൻ ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതിൻ്റെ എഞ്ചിൻ, ആ 270 ഡിഗ്രി പാരലൽ ടു എഞ്ചിൻ എന്ന് പറഞ്ഞാൽ അടിപൊളി സെറ്റപ്പാണ്. മോർ ദാൻ ആ പവർ യു എവർ നീഡ്. ഇന്ത്യൻ റോഡിൽ
ഓടിക്കുവാണെങ്കിൽ ടൂറിംഗ് ആണ് നിങ്ങൾ മേജോറിറ്റി ചെയ്യുന്നെങ്കിൽ ഇത് അടിപൊളി ഓപ്ഷനാണ്. ഞാൻ നെട്ടിപ്പോയി. ഞാനിത് വീണ്ടും വണ്ടി ഞാൻ ഇൻസ്പെക്ട് ചെയ്ത് നോക്കി. ശരിക്കും ഫ്രണ്ട് 21 ഇഞ്ച് വീലാണ്. സാധാരണ 21 ഇഞ്ച് വീലുള്ള വണ്ടികളുടെ പ്രശ്നം എന്താ, നമുക്ക് അത്ര ഫീഡ്ബാക്ക് കിട്ടില്ല. പക്ഷേ ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ ശരിക്കും നെട്ടിപ്പിച്ച് കഴിഞ്ഞു. ഓൾമോസ്റ്റ് ഒരു റോഡ് ബൈക്ക്, ഓൾമോസ്റ്റ് ഒരു നേക്കഡ് മോട്ടോർ സൈക്കിളിൻ്റെ ലെവൽ ഓഫ് ഹാൻഡ്ലിംഗ് ഉണ്ട്. ആ ലെവൽ ഓഫ് സ്പോർട്ട് ബൈക്ക് ലെവൽ ഓഫ് ഹാൻഡ്ലിംഗ് മച്ച് ബെറ്റർ കോൺഫിഡൻസ് ആണ് ഈ വണ്ടി പ്രൊവൈഡ് ചെയ്യുക. കോർണർ ചെയ്യുവാണെങ്കിലോ നമ്മൾ സ്ട്രേറ്റ് ഓടിക്കുവാണെങ്കിലോ ബ്രേക്ക് ചെയ്യുവാണെങ്കിലോ ആ ഫ്രണ്ട് ആൻഡ് ഡൈവ് വരെയും കൺട്രോൾ ചെയ്യുക. ഇതിൻ്റെ ഷോവയുടെ SSF ഫോക്സ് ആണ്, സെപ്പറേറ്റ് ഫംഗ്ഷൻ ഫോക്സ് ആണ് ഇത് പ്രൊവൈഡ് ചെയ്യുക. പ്രീലോഡ് അടിച്ചത് ഞാൻ ഒന്നും അഡ്ജസ്റ്റ് ചെയ്തിട്ടില്ല. ഇത് ഫ്രം ദ ഫാക്ടറി എങ്ങനെയാണോ അങ്ങനെയാണ് ഓടിച്ചു വേണ്ടത്. പക്ഷേ സംഭവം കൊള്ളാട്ടോ. ഐ ആക്ച്വലി എൻജോയ് റൈഡിങ് ദിസ് മോട്ടോർ സൈക്കിൾ. സാധാരണ എനിക്ക് അഡ്വഞ്ചർ മോട്ടോർ സൈക്കിൾ ഓടിക്കുമ്പോൾ എനിക്ക് അത്രമാത്രം ഇഷ്ടപ്പെടാറില്ല. പക്ഷേ ഇത് എന്താണെന്നറിയില്ല, പെട്ടെന്ന് എനിക്ക് ഇഷ്ടപ്പെട്ടു. ഭയങ്കര ഈസി ടു ലേൺ മോട്ടോർ സൈക്കിൾ, ഈസി ടു റൈഡാണ്. എനിക്ക് ആകെ ഉണ്ടായ പ്രശ്നം എന്ന് പറഞ്ഞാൽ എൻ്റെ സ്വിച്ച് ഗിയർ അറിയാലോ, ഹോണ്ടയുടെ സ്വിച്ച് ഗിയർ കുറച്ചൊരു പ്രശ്നമുള്ള സ്വിച്ച് ഗിയർ. അത് ഹോൺ വേറെ സ്ഥലത്ത്, അതിൻ്റെ ഇൻഡിക്കേറ്റേഴ്സ് വേറെ സ്ഥലത്ത് ആണ് കൊടുത്തിരിക്കുന്നത്. പക്ഷേ വേറെ എനിക്ക് ഇഷ്ടപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ സെൽഫ് ക്യാൻസലിങ് ഇൻഡിക്കേറ്റേഴ്സ്. അത് കൊള്ളാം. നമ്മൾ അറിയാണ്ടേക്ക് ഓണാക്കി ഇട്ടുകൊണ്ട് പോയി കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കലി സ്വിച്ച് ഓഫ് ചെയ്യുന്ന ആഫ്റ്റർ 10 സെക്കൻഡ്സ് അല്ലെങ്കിൽ കുറച്ച് കിലോമീറ്റർ ഓടിക്കഴിയുമ്പോഴേക്ക് അത് തന്നെ ഓഫ് ആക്കുന്ന. സ്റ്റേഷനറി ഇരിക്കുമ്പോൾ ഓഫ് ആയില്ല, പക്ഷേ കുറച്ച് പേസ് ഓടിക്കഴിയുമ്പോഴേക്കും ആ വളവൊക്കെ എടുത്ത് കഴിഞ്ഞിട്ട് വണ്ടി തന്നെ ഓഫ് ആക്കും കേട്ടോ. അടിപൊളി സെറ്റപ്പ്. പഴയ മോട്ടോർ സൈക്കിൾസിലൊക്കെ കണ്ടുപോകുന്ന ഫീച്ചർ, പക്ഷേ പുതിയ വണ്ടികളിൽ അധികം അത് കാണാറില്ല. എന്തുകൊണ്ടായിരിക്കും? പിന്നെ എൻ്റെ എൻജിൻ സൈഡ് ആ യൂണിക്യാം ഡിസൈനൊക്കെ കൊടുത്തിട്ടുണ്ട്. ആ യൂണിക്യാമിൻ്റെ അഡ്വാൻറ്റേജ് അറിയാം. SOC എൻജിൻസ് ആണെങ്കിൽ അത് സിംഗിൾ ഓവർ ക്യാം ഷാഫ്റ്റ് ലോ RPMത്തിൽ കുറച്ചുകൂടി ഗ്രണ്ടഡ്, കുറച്ചുകൂടി ടോക്ക്, കുറച്ചുകൂടി പവർ ലോ ഡൗൺ പ്രൊഡക്ഷൻ ചെയ്യാൻ പറ്റും. DOC ആണെങ്കിൽ ഹൈ RPMത്തിലാണ് കുറച്ചുകൂടി പവർ ഉണ്ടാക്കാൻ പറ്റുന്നത്. കുറച്ചുകൂടി ഹയർ എഫിഷ്യൻ്റ് ആയിട്ട് ഹയർ RPMത്തിലായിരിക്കും. കുറച്ചുകൂടി ബെറ്റർ എയർ ഫ്ലോ ഇൻ ടു ദ സിലിണ്ടർ കൊടുക്കാൻ പറ്റും ഹയർ RPM DOHC. പക്ഷേ ഇതെന്ന് പറഞ്ഞാൽ യൂണിയൻ SOCയുടെ DOHCയുടെ ഒരു കോമ്പിനേഷനാണ് ഹോണ്ട ഇതിൽ കൊടുത്തിരിക്കുന്നത്. പഴയ CRF 450R കൊടുത്ത സെറ്റപ്പാണ് ഇതിലും കൊടുത്തിരിക്കുന്നത്. അഡ്വാൻറ്റേജ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ശരിക്കും ഹോണ്ട കോസ്റ്റ് കട്ടിംഗ് ആണ്. മാത്രമല്ല സിലിണ്ടർ ഹെഡ് ലൈറ്റർ ആക്കാൻ പറ്റും. അപ്പോൾ എഞ്ചിൻ കുറച്ചുകൂടി ലൈറ്റ് ആക്കാൻ പറ്റും. അതൊക്കെ കൊണ്ട് തന്നെ വണ്ടിയുടെ വെയിറ്റ് കണ്ടില്ലേ, ഓൾമോസ്റ്റ് എത്രയാണ് പറയുക, ഇതിൻ്റെ 208 kg അല്ല, മിഡിൽ വെയിറ്റ് മോട്ടോർ സൈക്കിൾ വെച്ച് നോക്കുമ്പോൾ ഇന്ത്യയിൽ വേറെയുള്ള വണ്ടി എന്ന് പറഞ്ഞാൽ V-Strom 800D ഉണ്ട്, പിന്നെ ടൈഗർ 900 ഒക്കെ ഉണ്ട്. പക്ഷേ അതൊക്കെ കുറച്ചുകൂടി റോഡ് ഫോക്കസ്ഡ് ആയിട്ടുള്ള കുറച്ചുകൂടി അക്രമമുള്ള വണ്ടികളാണ്. പക്ഷേ ഇതെന്ന് പറഞ്ഞാൽ ഭയങ്കര ബിഗിന് ഈസി ടു ലേൺ മോട്ടോർ സൈക്കിളാണ്. ഞാൻ പറഞ്ഞ സുസുക്കിയുടെ വണ്ടി ഓടിച്ചല്ല, പക്ഷേ സ്പെക്സ് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ തന്നെ ഐ ഫീൽ ദിസ് എ മച്ച് ബെറ്റർ മോട്ടോർ സൈക്കിൾ. കുറച്ചും കൂടി ഈസിയർ ടു റൈഡാണ്, മാത്രമല്ല ഈസിയർ ടു നാവിഗേറ്റും കൂടി. ഇതിന് 208 കിലോ ഉണ്ട്, പക്ഷേ എന്നാൽ ഇത് ഈസിയർ ടു മാനേജ് ആണ്. അതെന്താ ഹോണ്ട ചെയ്തേക്കെന്ന് അറിയില്ല. ഇതിൻ്റെ സീറ്റ് ഹൈറ്റ് 850 mm, പക്ഷേ ഇതിൻ്റെ സീറ്റ് ഡിസൈൻ ചെയ്തേക്കുണ്ട് ഒരു ലോ സ്കൂപ്പ് കൊടുത്തിട്ടുണ്ട്. ഈസിയർ ടു റൈഡ്, ഈസിയർ ടു നാവിഗേറ്റ്. സ്റ്റാൻഡ് സ്റ്റില്ലായി നിൽക്കുമ്പോൾ തന്നെ കുറച്ചുകൂടി എളുപ്പത്തിൽ നമുക്ക് മാനൂവർ ചെയ്യാൻ പറ്റുന്ന ഒരു വണ്ടിയാണ് കേട്ടോ ഈ 750 ട്രാൻസാൽപ്പ്. എനിക്ക് ഇഷ്ടപ്പെടാത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ എൻ്റെ സീറ്റ് കണ്ടിട്ട് ഇവിടെ ഒരു U ഷേപ്പ് പോർഷൻ കൊടുത്തിട്ടുണ്ട് റൈഡറിന് ഇരിക്കാൻ വേണ്ടി. പക്ഷേ ഞാൻ ഇരിക്കുമ്പോൾ എൻ്റെ കറക്റ്റ് പൊസിഷൻ ശരിക്കും ആ യുവിലല്ല, കുറച്ചൊരു ബാക്കിലോട്ടാണ് കയറി വരുന്നത്. പിന്നെ വിത്ത് പില്യൻ ആണെങ്കിൽ പില്യൻ ഏരിയ കുറച്ച് കുറവാണ് കേട്ടോ. എൻ്റെ വൈഫായിട്ട് ഞാൻ ട്രാവൽ ചെയ്ത കുമരകം പോയപ്പോഴാണെങ്കിൽ എൻ്റെ വൈഫ് കംപ്ലയിൻറ്റ് ചെയ്ത് അതിമാത്രം സീറ്റ് പൊസിഷനില്ല, ഏരിയ ഓഫ് ദ സീറ്റ് കുറവായിരുന്നു. കംഫർട്ട് വെച്ച് നോക്കുമ്പോൾ ഇറ്റ്സ് എ സോഫ്റ്റ് സീറ്റാണ്, പക്ഷേ എന്നാലും ത്രൂ ഔട്ട് കംഫർട്ട് GS ലെവൽ ഓഫ് കംഫർട്ട് ഒന്നും ഈ സീറ്റ് പ്രൊവൈഡ് ചെയ്യുന്നില്ല. പിന്നെ എനിക്ക് പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ സസ്പെൻഷൻ ആൻഡ് ടയേഴ്സ് ആണ് കേട്ടോ. മെച്ലറിൻ്റെ കരു സ്ട്രീറ്റ് ടയേഴ്സാണ്, അടിപൊളി ഫീഡ്ബാക്ക് തരുന്ന ടയേഴ്സാണ് കേട്ടോ. റോഡ് റൈഡിങ്ങിനാണെങ്കിൽ ദിസ് മോർ ദാൻ ഇനഫ്. കുറച്ചൊക്കെ ഓഫ് റോഡിങ് ചെയ്യാനാണെങ്കിൽ ഈ ടയേഴ്സ് മോർ ദാൻ ഇനഫ് ഫോർ അവർ ഇന്ത്യൻ റോഡ്സ് ആണ് കേട്ടോ. നിങ്ങൾ അത്രയും എക്സ്ട്രീം ചെയ്യുവാണെങ്കിൽ മാത്രം ടയേഴ്സ് ചേഞ്ച് ചെയ്താൽ, അതർ ദാൻ ദാറ്റ് ഈ ടയേഴ്സ് അടിപൊളിയായിട്ട് നിങ്ങൾക്ക് കോൺഫിഡൻസ്. ഈ സസ്പെൻഷനാണ് പോലും ഇത് റോഡ് റൈഡിങ്ങിനെ ഹെൽപ്പ് ചെയ്യുന്നൊരു സസ്പെൻഷൻ കൂടി ഇതിൽ കൊടുത്തിരിക്കുന്നത്. പിന്നെ ഈ എഞ്ചിൻ്റെ ഓവറോൾ ട്രാക്റ്റബിലിറ്റി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് 6th ഗിയർ അറ്റ് 4000 RPM പോവുകയാണെങ്കിൽ 100 kmph പോകുന്നത്. അപ്പോൾ നമുക്ക് കൂടുതൽ ഫ്യൂലൊക്കെ വേണമെങ്കിൽ ഏകദേശം 20 km ടു ദ ലിറ്റർ കിട്ടുന്ന 755cc എഞ്ചിനാണ്. എന്നിട്ട് 20 km ടു ദ ലിറ്റർ കിട്ടുന്ന ഒരു 670 ലിറ്റർ ടാങ്ക് 16.9 ആണ്. ഏകദേശം 330 km ലിറ്റർ ടാങ്ക് റേഞ്ചിങ് കിട്ടുന്ന വണ്ടിയായിട്ട് നിങ്ങൾ ലോങ് ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യാൻ പ്ലാൻ ഉണ്ടെങ്കിൽ ഇതൊരു അടിപൊളി ഓപ്ഷൻ തന്നെയാണ്. പിന്നെ ഹോണ്ടയുടെ എഞ്ചിൻ അടിപൊളി റിലയബിൾ ആയി, സർവീസ് കോസ്റ്റും കുറവായി കമ്പയർഡ് ടു ഓൾ അതർ മാനുഫാക്ചർ. ഇതിന് സർവീസ് കോസ്റ്റ് കുറവും കൂടിയാണ്. മെയിൻ്റെനൻസ് ഒക്കെ ഈ ഇതിൻ്റെ ഫസ്റ്റ് സർവീസൊക്കെ 3000 to 4000 ആ റേഞ്ചിലാണ് അതിൻ്റെ സർവീസും വരുന്നത്. എങ്ങനെയുണ്ട് സാറ്? പിന്നെ ആലോചിച്ച് നോക്കുമ്പോൾ ഇതിൻ്റെ ബാക്കിയുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ ട്യൂബ് ടയേഴ്സാണ് കൊടുത്തത്. ട്യൂബ്ലെസ് പ്രൊവൈഡ് ചെയ്യാമായിരുന്നു. ഇത് മിക്ക മാനുഫാക്ചർ അങ്ങനെ ചെയ്യാനുള്ള റീസൺ എന്ന് പറഞ്ഞാൽ ഇത് ഹാർഡ് കോർ ഓഫ് റോഡിങ് പോകുമ്പോഴേക്ക് ടയർ പ്രഷർ കുറച്ച് ഓടിക്കുമ്പോഴേക്ക് ഇതിൻ്റെ അലോയ്സ് അല്ലെങ്കിൽ റിമ്മിന് ഡാമേജ് ചെയ്താൽ ഇത് ട്യൂബ്ലെസ് ആണെങ്കിൽ പെട്ടെന്ന് എല്ലാ എയറും പിന്നെ റിപ്പയർ ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ ട്യൂബ്ഡ് ആണെങ്കിൽ കുറേ ഡാമേജ് ആയിട്ട് പിന്നെ റിപ്പയർ ചെയ്യാൻ ഈസിയർ ആയിരിക്കും. അതുകൊണ്ടാണ് ട്യൂബ് ടയേഴ്സ് പ്രൊവൈഡ് ചെയ്തത്. പക്ഷേ ഇങ്ങനത്തെ മോട്ടോർ സൈക്കിൾ വെച്ചാൽ ഹാർഡ് കോർ ഓഫ് റോഡിങ് ഇൻ ഇന്ത്യ വളരെ കുറച്ച് ആൾക്കാർ ചെയ്യാറുള്ളൂ. സോ അപ്പോൾ എനിക്ക് ഇൻ മൈ ഒപ്പീനിയൻ മാനുഫാക്ചർ ട്യൂബ്ലെസ് അല്ലെങ്കിൽ ക്രോസ് ബോക്സ് ഇപ്പോൾ BMW GS
1300 പ്രൊവൈഡ് ചെയ്യുന്ന പോലെ ഒരു ക്രോസ് സ്പോക്ക് വീൽസ് പ്രൊവൈഡ് ചെയ്യുന്ന മച്ച് ഈസിയർ ആ ലോങ് ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യാം. അപ്പോൾ നമുക്ക് പേടിയുണ്ട്. ഇത് ഞാൻ ടൂർ ചെയ്തപ്പോൾ എനിക്ക് ആകെയുള്ള പേടി എന്തെങ്കിലും പഞ്ചർ കിട്ടിയാൽ റോഡിൽ കിടക്കണമല്ലോ. എസ്പെഷ്യലി സൺഡേ ഒക്കെ ആണെങ്കിൽ പഞ്ചർ ഷോപ്പൊക്കെ കിട്ടാൻ ബുദ്ധിമുട്ടാണ്. അത് ഊരിയെടുത്ത് മാറ്റാനാണെങ്കിലും ഇങ്ങനത്തെ എക്സ്പെൻസീവ് മോട്ടോർ സൈക്കിൾസ് അവർക്ക് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ അതൊക്കെ നോക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. പിന്നെ എനിക്കുണ്ടായ പ്രശ്നം ഇത്രയും ടോളർ വിൻസ്ക്രീൻ. നമ്മുടെ നാട്ടിലത്തെ ക്ലൈമറ്റിന് ഈ വിൻസ്ക്രീൻ വെക്കുന്നതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ നമ്മുടെ ചെസ്റ്റിൽ മെഷ് ജാക്കറ്റൊക്കെ ഇട്ട് പോകുമ്പോൾ നമ്മൾക്ക് അല്ലെങ്കിൽ നമ്മൾ ജാക്കറ്റ് ഷർട്ടൊക്കെ ഇട്ട് പോകുന്ന സമയത്ത് കുറച്ച് കൂൾ വിൻഡ് അടിക്കുമ്പോൾ എക്സ്ട്രീം കോൾഡ് കണ്ടീഷനാണെങ്കിൽ ഈ കൂൾ വിൻഡ് അടിക്കുമ്പോൾ ഞാൻ ലഡാക്ക് പോയപ്പോൾ എനിക്ക് കിട്ടിയ പണി GS 1300 ഞാൻ വറില പാസിൽ മുകളിൽ ഓടിച്ചുകൊണ്ടിരുന്നത് 0 ഡിഗ്രീസിലാണ് ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ നല്ല തണുപ്പടിച്ചു. പക്ഷേ അത് പൊക്കി വെച്ചപ്പോൾ എനിക്ക് തണുപ്പടിച്ചില്ല. പക്ഷേ ഈ സ്ഥലത്ത് കൊച്ചിയിൽ 30 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഇത് പൊക്കി വെച്ച് ഒരു കാറ്റും കൂടുതൽ ഭയങ്കര ചൂട്. ഇത് നോൺ അഡ്ജസ്റ്റബിൾ കൂടിയാണ്. ഇത്ര ഹൈറ്റുള്ള വയസ്സ് കുഴപ്പമില്ല, അത് അഡ്ജസ്റ്റ് ചെയ്ത് താഴ്ത്താൻ പറ്റുമെങ്കിൽ പ്രശ്നം ഉണ്ടായില്ല. പക്ഷേ ഇത് നോൺ അഡ്ജസ്റ്റബിൾ. ഇതിൻ്റെ ടോളർ വൈസർ മോഡാണ് ഇതിൽ വെച്ചിരിക്കുന്നത്. ശരിക്കുള്ള കുറച്ച് താഴ്ന്നായിരിക്കും, അത് ഞാൻ ടെസ്റ്റ് ചെയ്തിട്ടില്ല. പക്ഷേ എന്നാൽ നമ്മുടെ ഈ ക്ലൈമറ്റ് ഇങ്ങനെയൊക്കെ സൗത്ത് ഇന്ത്യയിലൊക്കെ ട്രാവൽ ഇതിൻ്റെ ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നോട്ട് മച്ച് യൂസ്. എനിക്ക് ഇൻ മൈ ഒപ്പീനിയൻ കേട്ടോ, എനിക്ക് കുറച്ചുകൂടി കാറ്റ് കൊണ്ട് ഓടിക്കുന്നത് ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. സോ ഇതായിരുന്നു എൻ്റെ ഇനീഷ്യൽ ഇംപ്രഷൻ. പക്ഷേ എന്നാലും ഞാൻ ഓൾമോസ്റ്റ് എല്ലാ സാധനവും കവർ ചെയ്യുന്നതാണ് പ്രതീക്ഷിക്കുന്നത്. ഇതായി ബന്ധപ്പെട്ട് എന്തെങ്കിലുമൊക്കെ സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ഡൗൺ ബിലോ. സോ ഗൈസ് ദാറ്റ്സ് റാപ്പ്. ഇത് ഇങ്ങനത്തെ ബിഗ് ബൈക്സ് എടുത്ത് നമ്മൾ ഓഫ് റോഡ് കൂടി പോകുന്ന ഇനി ചെയ്യാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഇത് കൊണ്ടുപോയിട്ട് നമുക്ക് ചെയ്യാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഈ വണ്ടി എടുത്തിട്ട് നമുക്കൊന്ന് ഒരു ഓഫ് റോഡിങ് കൂടി കൊണ്ടുപോകാം. പക്ഷേ ഞാൻ പറയില്ല, ഇത് തിളങ്ങിയൊക്കെ ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ മോട്ടോർ സൈക്കിൾ. ഇത് കൊണ്ട് നമുക്ക് നശിപ്പിക്കാനോ ഡാമേജ് ചെയ്യാനോ എനിക്ക് തോന്നുന്നില്ല. കാരണം എന്ന് പറഞ്ഞാൽ അത്ര നല്ല പെയിൻറ്റ് സ്കീമാണ്. ഇറ്റ് ലുക്സ് ഗുഡാണ്. ചില മോട്ടോർ സൈക്കിൾസ് എന്നാൽ നമുക്ക് കൊണ്ട് ഓഫ് റോഡൊക്കെ ഇട്ടിരിക്കുക, ആക്രമണം കാണിക്കുക, ചെളിയൊക്കെ പറയാം. പക്ഷേ ഇത് ഞാൻ തന്നെ കൊണ്ടുവന്ന് വണ്ടി കൊണ്ട് കഴുകി കേട്ടോ. അതിൻ്റെ റീസൺ എന്ന് പറഞ്ഞാൽ എന്താ പറയുക, ഇത് ഒരു ബ്യൂട്ടിഫുൾ ലൈവറിയാണ് കൊടുത്തിരിക്കുക. ഹോണ്ട ട്രാൻസാൽപ്പ് ആണെങ്കിലും ഇറ്റ് ലുക്സ് ഗുഡ്. അത് ക്ലീൻ ആയിരിക്കാനാണ് ഇഷ്ടം. ഇത് കുറച്ചൊരു റോഡ് മോട്ടോർ സൈക്കിൾ കൂടിയാണ്. പക്ഷേ നമുക്ക് ഹോണ്ട അലൗ ചെയ്യുകയാണെങ്കിൽ നമുക്കിത് ഓഫ് റോഡ് കുറച്ച് അക്രമമൊക്കെ കാണിക്കാം. സോ ഇതായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ കമൻറ്റ് ഡൗൺ ബിലോ. ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോ കാണാം.